ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ട്രിപ്പിൽ സ്റ്റേ ഉണ്ടായിരുന്നത് 2 ദിവസമാണ്. സോ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി പറഞ്ഞു തരാം. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് മൺഡേ വൈകുന്നേരമല്ല, മൺഡേ നൈറ്റ് 8-8:30 ആയപ്പോഴാണ് ഞങ്ങളിവിടുന്ന് പുറപ്പെട്ടത്. ഞങ്ങളപ്പം പിറ്റേന്ന് രാവിലെ ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കൂർഗിലെത്തി നമ്മൾ ഫ്രഷപ്പായി. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ നേരെ ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത്. എനിക്ക് വലുതായിട്ട് വ്ളോഗൊന്നും ചെയ്തൊരു വലുതായിട്ട് വ്ളോഗ് ചെയ്തിട്ട് എനിക്ക് ഇതെനിക്ക് കറക്റ്റ് ഇതറിയാനും തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്ത വീഡിയോയിൽ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആ ക്ലിപ്സൊക്കെ എടുത്ത് ഇട്ടത്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്തു. അവിടെ നമുക്ക് അധികം ഫോട്ടോഗ്രാഫി പറ്റുമായിരുന്നെങ്കിൽ പോലും നമ്മൾ ബാക്കിയുള്ളവരൊപ്പം ഫോട്ടോ എടുക്കുന്ന രീതിയിലായതുകൊണ്ട് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും കവർ ചെയ്തില്ല. ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തത് ഞാൻ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം മറ്റേ ബുദ്ധാസൊക്കെ ഇല്ലേ, അവരുടെ കുട്ടി ബുദ്ധന്മാരെന്നൊക്കെ പറയില്ലേ, അവരെയൊക്കെ കണ്ട് നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡയറക്റ്റ് നേരെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ എക്കോ ഫോറസ്റ്റിൽ പോയി. എക്കോ ഫോറസ്റ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, ഞങ്ങളുടെ ഒപ്പം പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നൊക്കെ. ഇത് ഞങ്ങൾക്ക് സത്യം പറയും ഇന്ന ടൈമിങ്ങിനുള്ളിൽ വന്ന് കയറിയാൽ മതി എന്നുള്ളൊരു ബേസിൽ ഞങ്ങൾ അവർ വിട്ടു. ഞങ്ങൾ ഫുള്ള് കറങ്ങി എന്ന് പറഞ്ഞാൽ ആ എക്കോ ഫോറസ്റ്റ് ഫുള്ള് ഞങ്ങൾ കറങ്ങി. അതിൻ്റെ ഉക്കും മൂലയും അരിച്ച് പറക്കി എന്നാണ് പറയാം. അങ്ങനെ അതിന് ശേഷം നമുക്ക് ഇന്ന ഡെസ്റ്റിനേഷനിൽ ഇവർ കൊണ്ട് വിടുമ്പോഴേക്കും ഇത്ര ടൈമിങ് വരും, ഈ ടൈമിങ്ങിനുള്ളിൽ നമ്മൾ വരണം. നമുക്ക് ആകെ ടൈമിംഗ് ഇല്ലാത്ത ഫുഡ് കഴിക്കുന്ന കാര്യത്തിന് മാത്രമാണ്. അപ്പോൾ ഇന്ന ടൈമിങ്ങിനുള്ളിൽ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൂർഗിൽ നിന്ന് ഞാൻ കുറച്ച് ജ്വല്ലറീസും പിന്നെ ക്യാപ്സും ഒക്കെ കുറച്ച് അവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത്. എനിക്കൊന്ന് കൂർഗ് അത്യാവശ്യം നല്ല ബാർഗെയിൻ ചെയ്യാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാനത് എൻ്റെ ഷോപ്പിംഗ് ബ്ലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് പിന്നെയും നമ്മൾ നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ട്രാവൽ തുടങ്ങി. നമ്മൾ പിന്നെ പിറ്റേന്ന് നമ്മൾ ഒരു മോർണിംഗ് ഒരു 9 o'clock സെയിം ടൈം തന്നെയാണ് നമ്മൾ ഡണ്ടയിൽ എത്തി. ഡണ്ടയിൽ നമുക്ക് നൈറ്റ് സ്റ്റേ ഉണ്ടായില്ല. നമ്മൾ ഡണ്ടയിൽ എത്തി. ഡണ്ടയിൽ നമുക്ക് പിന്നെ നൈറ്റായിരുന്നു നമുക്ക് സ്റ്റേ ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ 3rd ഡേ നൈറ്റാണ് നമുക്ക് സ്റ്റേ ഉണ്ടായിരുന്നത്. ഡണ്ടയിൽ സ്റ്റേ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഡണ്ടേലിയിൽ ക്യാമ്പ് ഫയർ ഉണ്ടായി. പിന്നെ നമുക്ക് ഡണ്ടേലിയിൽ പ്രത്യേകിച്ച് വാട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയാനായിട്ട് നമുക്ക് പൂൾ ആക്ടിവിറ്റീസ് ഉണ്ടായി, റെയിൻ ഡിസ്കോ ഉണ്ടായി, പൂൾ ഡാൻസ് ആ സംഭവങ്ങളും അതൊക്കെ ഉണ്ടായി. പിന്നെ നമുക്ക് പിന്നെ നമ്മൾ പിറ്റേന്ന് നമ്മൾ നേരെ റെഡിയായി. നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഡണ്ടേലിയിൽ രാവിലെ നമ്മൾ ഗോവയ്ക്ക് നമ്മൾ ഡയറക്റ്റ് പോയി. നമ്മളപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഗോവ എത്തിയിട്ട് നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തു. ഞാനത് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് കപ്പൊക്കെ കിട്ടി. ഞങ്ങൾ ഗോവയിൽ ഒരു പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വഴിയിലാണ് ഞങ്ങൾ ഒരു സ്റ്റേക്കേഷൻസ് റെഡിയാക്കിയത്. ഞങ്ങൾ അവിടെ അവർ ബസ് ആക്കിയതപ്പം അതിൻ്റെ ഫ്രണ്ടിൽ പോയി ഡാൻസ് കളിയും പാട്ടും ഒച്ചപ്പാടും വേളൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് റെഡിയായിട്ട് വരാൻ പറഞ്ഞ ടൈമിൽ നമ്മൾ റെഡിയായി വരുമ്പോൾ ഞങ്ങളുടെ ബസ്സിൻ്റെ 2 ടയറും പഞ്ചർ. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂർ പോയി. പിന്നെ അവർ ഞങ്ങൾ ഒരു 9:30-ക്ക് ശേഷം ബാഗാ ബീച്ചിൽ കൊണ്ടുപോയി വിട്ടു. അവിടെ ഞങ്ങൾ നടന്ന് തെണ്ടി തിരിഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ വഴി തപ്പാൻ വേണ്ടി ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ തെണ്ടി തിരിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ ബാഗാ ബീച്ചിലെത്തി. ഞാൻ അവിടെ പോയി 2 മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങി. കാരണം അത്രയും ടയർഡായിട്ടാണ് നമ്മളവിടെ പോയത്. പിന്നെ അത് കഴിഞ്ഞ് ബാഗാ ബീച്ചിൽ നിന്ന് 2 മണിയായപ്പോഴേക്കും പിക്ക് ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾ നേരെ റൂമിൽ കൊണ്ടുവിട്ടു. പിന്നെ പിറ്റേന്ന് നമ്മൾ ഓൾഡ് ഗോവ അതുപോലെ തന്നെ അഗോഡ ഫോർട്ട് അവിടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ അന്ന് ഒരു നൈറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മൾ റിട്ടേൺ പിറ്റേന്ന് നമ്മൾ കൊച്ചിയിലോട്ട് വന്നു. അപ്പം ഇതാണ് എൻ്റെ ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോവ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. സത്യം പറഞ്ഞാൽ വലിയ ഹൈപ്പ് കൊടുക്കുള്ളൊന്നും ഗോവയിലില്ല. പക്ഷേ ഈ പ്രൈവറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവർക്ക് ഗോവ അടിപൊളിയായിരിക്കും. നമ്മളെപ്പോലെ ട്രിപ്പിന് പോകുന്നവർക്ക് ഗോവ അത്രയ്ക്ക് സൂട്ടബിൾ അല്ല. പക്ഷേ വെയിലൊരു രക്ഷയില്ല. ഞങ്ങളവർ ഓൾഡ് ഗോവയിൽ കൊണ്ടുവിട്ടപ്പോഴും അഗോഡ ഫോർട്ടിൽ കൊണ്ടുവിട്ടപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കളർ പകുതി പോയി.
അത്രയ്ക്ക് സണ്ടാനടിച്ച് കറുത്ത് കരിവാളിച്ച ഞാൻ വന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഒന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ കോളേജിൻ്റെ ഫൈനൽ ട്രിപ്പാണ്, കുറേ മെമ്മറീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരിക്കൽ പോകേണ്ട ഒരു ട്രിപ്പ് തന്നെയാണ് കോളേജ് ട്രിപ്പ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് നല്ല നല്ല മെമ്മറീസ് ഉണ്ടായി. മിസ്സിങ് ആണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരാഴ്ച എന്ത് പെട്ടെന്നാണ് പോയെന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോഴുള്ളൂ. പക്ഷേ ട്രിപ്പ് സത്യം പറയാനാണെങ്കിൽ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചിങ്ങനെ ലെവൽ അപ്പ് ഉണ്ടായാലൊരു ഡൗൺ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രാവലിങ് ചെയ്ത് കുറേ ടയേർഡായി. പിന്നെ സൺടാൻ വെയിലും നമുക്കൊരു രക്ഷയില്ല, നമുക്ക് പറ്റില്ല. എനിക്ക് വെയിൽ തീരെ പറ്റില്ല. സൺസ്ക്രീനൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയി, രണ്ട് സൺസ്ക്രീനും കഴിഞ്ഞു. ഒരു മിനി ട്യൂബ് കൊണ്ടുപോയതും കഴിഞ്ഞു. വലിയ സൺസ്ക്രീൻ കൊണ്ടത് 13:45. അതിപ്പോൾ ഇവിടെ വരുമ്പോഴേക്ക് ഉപയോഗിക്കാനൊന്നും ഇല്ല എന്നുള്ളൊരു സംഭവത്തിലാണ്. സോ ഇത്രയുള്ള ഗൈസ് എൻ്റെ ആ ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ്. ചുമ്മാ എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനിങ്ങനെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. കാരണം പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ ഓർമ്മയൊക്കെ പോകുമ്പോൾ നമ്മളത് എന്തൊക്കെയാണെന്നുള്ളത് ആലോചിക്കില്ല. വീഡിയോ എടുത്ത് നോക്കുമ്പോഴേക്കും നമുക്ക് നമ്മളിവിടെ പോയില്ലേ, നമ്മളിവിടെ പോയില്ലേ, ഇങ്ങനെ ആലോചിക്കും. സോ ഗൈസ് അത്രേ ഉള്ളൂ ഗൈസ്. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.